അപ്പം ഈ ഒരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ കേരളത്തിലെ കണ്ടീഷനിൽ മിനറൽ പെയിന്റ് ആണോ അക്രലിക് പെയിന്റ് ആണോ ഏറ്റവും നല്ലതെന്നുള്ളത്. കാരണം മിനറൽ പെയിന്റിന് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് മിനറൽ പെയിന്റ് ബ്രീത്തബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഈ ഒരു പെയിന്റ് പൊള്ളി ഇളകുക അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം പെയിന്റിനകത്തോടെ തന്നെ മോയ്സ്ചർ പുറത്തേക്ക് പോകുന്നതാണ്. രണ്ടാമത്തെ കാര്യം പെയിന്റിന്റെ ബോണ്ടിങ് ആണ്. ബോണ്ടിങ് എന്ന് പറയുന്നത് നോർമലി ഉള്ള അക്രലിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക് ലെയർ ആണ് ഫോം ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം മിനറൽ പെയിന്റ് എന്ന് പറയുന്നത് അത് പെനട്രേറ്റീവ് ആയിട്ട് പെട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ പ്രോസസ് ആണ്. അപ്പൊ നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺക്രീറ്റ് വാള് തന്നെ ആയി മാറുകയാണ് നമ്മുടെ പെയിന്റും. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നോർമലി ഒരു അക്രലിക് പെയിന്റ് നമുക്കൊരു 10 ഇയേഴ്സ് വരുമെങ്കിൽ 15+20 ഇയേഴ്സ് വരെ നമുക്ക് മിനറൽ പെയിന്റിന് ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനോർഗാനിക് പിഗ്മെന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മിനറൽ പെയിന്റിന്റെ ഒരിക്കലും ഫെയ്ഡ് ആവുന്നുമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും മിനറൽ പെയിന്റിൽ നിന്ന് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഗൽ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ഇതിന് pH വാല്യൂ 11 എബോവ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും മിനറൽ പെയിന്റിൽ ആൽഗൽ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഇത്രയധികം ഫീച്ചേഴ്സോട് കൂടിയാണ് മിനറൽ പെയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു റേഞ്ച് തന്നെയാണ് മിനറൽ പെയിന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യത്തെ മിനറൽ പെയിന്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് സൈഡെക്സ് ആണ്. അപ്പം സൈഡെക്സിന്റെ മിനറൽ പെയിന്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് രാജൻ പെയിന്റ്സ്.